കരുവന്നൂർ സഹകരണ ബാങ്കിലെ പാർട്ടിയുടെ നിക്ഷേപം കണ്ടുകെട്ടിയതോടെ സിപിഐഎം വീണ്ടും പ്രതിരോധത്തിലായി. കരുവന്നൂരിലെ തട്ടിപ്പ് മായ്ക്കാനാകാത്ത നാണക്കേടായതിനു പിന്നാലെ നിക്ഷേപം കണ്ടുകെട്ടാനുള്ള ഇഡി നടപടിയോടെ വ്യക്തികളല്ല പാർട്ടി ആകെ തന്നെ പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. ഇഡി നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കി. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ വരെ കാരണമായി വിലയിരുത്തപ്പെടുന്ന കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് CPM-ന് ഒഴിയാബാധയായി മാറിയിരിക്കുന്നു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അടക്കം 8 ബാങ്ക് അക്കൗണ്ടുകളിലെ 73 ലക്ഷം രൂപയുടെ സ്വത്തുവകളാണ് ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. തട്ടിപ്പിൽ നേരത്തെ നേതാക്കളും ജീവനക്കാരുമാണ് പിടിയിലായതെങ്കിൽ ഇപ്പോൾ കള്ളപ്പണ നിരോധന നിയമപ്രകാരം പാർട്ടി തന്നെ പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ഇത് CPM-ന് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം ചെറുതല്ല. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പിൽ CPIM-ന് വലിയ പങ്കുണ്ട് എന്ന് വരുത്തി തീർത്ത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്ത് കണ്ടുകെട്ടിയ വിഷയത്തിൽ പാർട്ടി വിഷമസന്ധിയിലാണെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. പറയേണ്ട ആളുകൾ അവരെ സംബന്ധിച്ച് പ്രതികരിക്കും. ഇത് ഇന്നത്തോടുകൂടി ഈ ദിവസവും ഈ കാലവും തീരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. അക്കൗണ്ട് മരവിപ്പിച്ചതിനെ പറ്റിയും നിക്ഷേപം കണ്ടുകെട്ടിയതിനെക്കുറിച്ചും ഒന്നും അറിയില്ലെന്നാണ് തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. CPM-നെ പ്രതികർത്തി സ്വത്ത് മരവിപ്പിച്ചു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു, ശുപാർശയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല. നമുക്ക് വിവരമില്ലാത്തൊരു കാര്യമാണ്. കരുവന്നൂരിലെ തട്ടിപ്പ് മറച്ചുപിടിച്ച് കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് CPM നടത്തിയ പ്രചരണം. ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി. വീണ്ടും രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാൽ അത് യേശുമോ എന്ന് കണ്ടു തന്നെ അറിയണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.